ഹലോ ഗൈസ്, എന്തൊക്കെയാണ് പരിപാടി? ക്രിസ്മസ് ആയിട്ട് നമുക്ക് പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കണ്ടേ? ബസ് സെറ്റാക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കുക. ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡാണ് ഞാൻ എടുത്തത്. അതിന് 4 ഭാഗം നമ്മളിതാ ഇങ്ങനെ സെലോ ടാപ്പ് അല്ല 2 സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെ കിട്ടും. നമ്മളതൊരു വീടിൻ്റെ കൂന പോലെയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, പുല്ലില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് സെറ്റാക്കാം. ഇപ്പോൾ പുല്ല് തിരഞ്ഞു പോയാൽ എവിടെയും കിട്ടാനൊന്നും മാർഗ്ഗമില്ല കേട്ടോ. അപ്പോൾ പുല്ലില്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ട നല്ലൊരു കാര്യമാണിത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ സെലോ ടാപ്പൊക്കെ അതിൻ്റെ ചുറ്റും ഒട്ടിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ ആ പുല്ല് നമുക്ക് ഇങ്ങനെ സെറ്റാക്കി എടുക്കാമല്ലോ. അത് നമ്മൾ പിന്നെ ഇങ്ങനെ അതൊക്കെ പൊളിച്ചെടുത്ത് നമ്മൾ ആ പുല്ലൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് സെറ്റാക്കി എടുത്തിട്ടോ. പുല്ലില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫൈനലി നമുക്കിതാ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യേശു ക്രിസ്തുവിനെയൊക്കെ വെക്കുകയാണ്. എല്ലാവരും 24-ാം തീയതിയാണ് വെക്കാറ്. പക്ഷെ ഞാൻ ഇന്നേ വെച്ച് 23-ാം തീയതിയാണല്ലോ ഞാൻ ഉണ്ടാക്കണത്. വീഡിയോ ഇടുന്നത് 24-ാം തീയതി ആണെങ്കിലും 23-ാം തീയതി ഞാൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റാക്കാം. അത് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞതിനി സ്റ്റാൻഡൊക്കെ സെറ്റാക്കി പിന്നെ അതിങ്ങനെ പഴം പൊളിക്കണ പോലെ പൊളിച്ചെടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ക്രിസ്മസ് ട്രീ വാങ്ങുന്നത്. ചെറുതാണെങ്കിൽ വരെയ്ക്ക് വളരെ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് അതിൻ്റെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ തൂക്കി. എൻ്റെ അടുത്ത് വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്താ പറയുക, ഞാൻ അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിലല്ലായിരുന്നു തൂക്കണത്, പുൽക്കൂടിൻ്റെ മുകളിലാണ്. കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ പിക്കൊക്കെ അതിൽ കാണാം, പുൽക്കൂടിൻ്റെ മുകളിലാണ് നമ്മൾ എല്ലാം തൂക്കിയത്. അപ്പോൾ ഈ വട്ടം എനിക്ക് ഇതിൽ സെറ്റാക്കാൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഫൈനൽ ലുക്ക്. ലാസ്റ്റ് നമ്മുടെ പുൽക്കൂടിൻ്റെയും ക്രിസ്മസ് ട്രീൻ്റെയും ഫൈനൽ ലുക്ക് ഇതേനി. പിന്നെ ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറ്റി ഇവിടേക്കാക്കി. അപ്പോൾ ഓക്കെ, ബൈ.